ഹോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കൂട്ട് ദ്വിദിന സഹവാസ ക്യാമ്പ് അറിവ് അനുഭവങ്ങളുടെ വേദിയായി മാറി. ഗ്രന്ഥകാരനും ഭാഷാ പണ്ഡിതനുമായ ഡോക്ടർ എ.എം. ശ്രീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വിദ്യാർത്ഥികൾ സഹവർത്തിത്വവും സാഹോദര്യവും ഉൾക്കൊണ്ട് സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കണമെന്നും കൂടുതൽ ക്ഷമാശീലം സ്വായത്തമാക്കാൻ പരിശ്രമിക്കണമെന്നും ഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനും കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ എ.എം. ശ്രീധരൻ പറഞ്ഞു. ഹോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കൂട്ട് ദ്വിദിന സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും ഏറ്റുവാങ്ങുന്നതോടൊപ്പം തന്നെ അധ്യാപകരെ ബഹുമാനിക്കാനും ആദരിക്കാനും ശീലിക്കണമെന്നും ശ്രീധരൻ മാഷ് വിദ്യാർത്ഥികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. സർവകലാശാല അധ്യാപകൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ വിദ്യാർത്ഥികളോട് ഇടപെടേണ്ടുന്ന രീതികളെ കുറിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ഏതാനും മാസങ്ങൾ പിലിക്കോടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നു. എനിക്ക് നാട്ടുകാരനല്ല, നമ്മുടെ ജില്ലക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, മാഷേ അതൊന്നും പറയണ്ട, അധ്യാപകന്റെ ജോലി വിദ്യാർത്ഥികളിൽ ഇച്ഛ ഉണ്ടാക്കുക എന്നുള്ളത് അധ്യാപകന്റെ ജോലിയല്ല, അത് വിദ്യാർത്ഥികളിൽ താനേ ഉണ്ടാകേണ്ടുന്നതാണ് എന്നത്ര ഈ പുതിയ തലമുറക്കാരൻ ധരിച്ചു വശമായിരിക്കുന്നത്. എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നത് ആദരണീയനായിട്ടുള്ള മരിച്ചുപോയ സ്കറിയ സാറായിരുന്നു. പ്രൊഫസർ സ്കറിയ സാറിനോട് ഒരു ദിവസം പറഞ്ഞു, ശ്രീധര, കളിമണ്ണിനെ തങ്കമാക്കുന്നവനാണ് അധ്യാപകൻ. ചടങ്ങിൽ PTA പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ AV സുരേഷ് ബാബു, ഡോക്ടർ കലേഷ് മണിയാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ MP രാജേഷ് സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ PP ബാബുരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.